കാണാൻ പോകുന്നത്. അയ്യേ, ഇതെനിക്ക് ചേരുന്നില്ലല്ലോ. ലിയോടെ അവിടെ ഇതെനിക്ക് ചേരുന്നില്ല. ലിയോ വാ, ലിയോന്റെ ബർത്ത്ഡേ. ലിയോ വാ, മതിയോ? ലിയോ എന്നെ നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെപ്റ്റംബർ 6 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞത്. പക്ഷേ എനിക്കിത് കുറച്ച് തിരക്കിലായി പോയത്. എപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ സമയം കിട്ടിയത്. അങ്ങനെ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ ആ ദിവസം ഫുള്ള് എങ്ങനെയായിരുന്നു ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ വീട്ടിൽ ആരും 12 മണിക്ക് ശേഷവും 12 മണി വരെ ഒന്നും അങ്ങനെ ഇരിക്കാറേ ഇല്ല. അവർ പേയും കിടന്നുറങ്ങും. അപ്പം ഞാനാണെങ്കിൽ രാത്രി തന്നെ മുറിക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം മൊത്തത്തിൽ ആ ഉറക്കമൂടായതുകൊണ്ട് പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പാടുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓർപ്പിച്ചു അവർ. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുമ്പോൾ ആദ്യത്തെ പീസ് നേരെ ബ്രൂണോൻ്റെ വയലോട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളതിനെ കഴിച്ച് എന്നിട്ടാ ലിയോ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ലിയോയ്ക്ക് ഇച്ചിരി, ലിയോ ശരിക്കും ആദ്യമേ വിചാരിച്ചത് ലിയോയ്ക്ക് വേണ്ടി എന്തോ എടുത്തതാന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യമേ ഒരു നടന്ന് വരവൊക്കെ ഉണ്ട്. അവന് വേണ്ടി എന്തോ ഉള്ളതാണ്. പിന്നെ ഞാൻ അവനെ ഓടിച്ചു കിട്ടിയില്ലെങ്കിൽ കേക്കൊന്നും മുറിക്കാൻ പറ്റരുത്, എല്ലാം അവൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പിന്നെ രാത്രിത്തെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഞാൻ എണീറ്റ്, പതിവില്ലാതെ അങ്ങനെ രാവിലെ ഞാൻ എണീറ്റിൽ കുറവാണ്. ബർത്ത്ഡേ ദിവസം കൊണ്ട് എല്ലാം രാവിലെ എണീറ്റ് അങ്ങനെ സെറ്റപ്പ് ആവാമെന്ന് വിചാരിച്ച്. അന്ന് തൊട്ട് രാവിലെ എണീക്കാന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് മാത്രമേ രാവിലെ എണീറ്റുള്ളൂ. അങ്ങനെ രാവിലെ എണീറ്റ് ഞാനും മമ്മിയും വേഗം റെഡിയായി. ഞങ്ങൾക്ക് അന്ന് രാവിലെ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മിയും, എനിക്ക് മമ്മിക്കുമായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായിട്ട് അവിടെ പോയി. പിന്നെ ഞാൻ അന്ന് തന്നെ രാവിലെ നെയിൽ പോളിഷ് അടിച്ച് രാവിലെ തന്നെ. ഞാൻ രാത്രി കിടന്നപ്പോൾ അടിച്ചായിരുന്നു. പക്ഷേ അത് കിടന്ന് എണീറ്റപ്പോഴത്തേക്ക് ഒരുമാതിരിയൊക്കെ ആയി. പിന്നെ രാവിലെ എണീറ്റ് വീണ്ടും അടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ആര്യസിൽ കയറി ഫുഡ് അടിച്ചു. നമ്മുടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ആര്യസ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. അവിടുത്തെ മസാല ദോശയൊക്കെ സൂപ്പറാണ്. അവിടുത്തെ എല്ലാം അടിപൊളി. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനാണെങ്കിൽ ഞങ്ങൾ ഓണത്തിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. അവളുമാർ രണ്ടുപേരും നേരത്തെ വന്നിരുന്നു. ഞാൻ പിന്നെ താമസിച്ചാണ് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർ ഇതൊക്കെ സെറ്റപ്പ് ആക്കി അവിടെ വെച്ചേക്കുന്നുണ്ട്. ഒരു ബോക്സ് നിറയെ സാധനമാണല്ലോ. അതല്ല ഫൈബർ ചേർന്ന ട്രൈപോഡ്. എൻ്റെ കോണ്ടന്റ് ക്രിയേറ്റർ. അതെ, ഇതിനകത്ത് പിള്ളേർ എനിക്ക് ട്രൈപോഡ് വാങ്ങിത്തരും. നീ വേറെ ട്രൈപോഡ് വാങ്ങിയോ? അതുകൊണ്ട് ഞാനത് ഓർത്ത് വാങ്ങിക്കും പറഞ്ഞു. ഞങ്ങൾക്ക് ട്രൈപോഡ് വാങ്ങാം. ഐശ്വര്യ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം, നിനക്ക് വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉപകാരം അവിടെയല്ല താഴെ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞായിരുന്നു നിന്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അർച്ചന നേരെ തന്നെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെ കിട്ടി. താങ്കു 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 ഫോട്ടോ ഷൂട്ട് താങ്കു. സൂപ്പർ സാധനം. ഇങ്ങനെയൊക്കെ ആവും, ഇങ്ങനെയൊക്കെ ആവും അല്ലേ? അറിയാം. ഞാൻ ഹോൾഡ് ചെയ്യുന്നത് എന്താ ചെറുപ്പാവും. ഇതാണ് നമ്മുടെ പിള്ളേർ. ഞാനാണെങ്കിൽ ഇന്നാൾ ഇവളുമാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രൈപോഡ് ഇങ്ങനെ പൊട്ടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് എനിക്ക് ട്രൈപോഡ് തന്നെ ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ആ പിള്ളേരാ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ വൈകിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്ട് ഞാൻ ആദ്യമേ ഇട്ടത് ഇത് തന്നെ. എനിക്കിത് തന്നെ ഏറ്റവും ഇഷ്ടമായി. കാരണം ഇത് എന്തോ ക്രോഷറ്റോ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് അങ്ങനത്തെ ടൈപ്പ് സാധനമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ലാസ്റ്റ് കാണിച്ച പിക്കില്ലേ, ആ പിക്കിലെ ഉടുപ്പ് തന്നെ ഞാൻ എടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബ്രോഡ്വേ പോയി. എനിക്ക് ബ്രോഡ്വേ പോകാൻ ഭയങ്കര ഇഷ്ടം. അവിടെ കുട്ടി കുട്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും, അത്യാവശ്യം വില കുറഞ്ഞ്. അങ്ങനെ പിന്നെ ചില കടകളിലൊന്നും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല, അവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കാറുള്ളൂ. പക്ഷേ അവിടെ ചുമ്മാ ഇങ്ങനെ നടക്കാനും നല്ല രസം, നിറയെ സാധനങ്ങൾ. എനിക്കവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളിവിടെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങും, എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിട്ട് അത്യാവശ്യം വില കുറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ പോയപ്പോൾ ഓണം ടൈം അല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നിറയെ ഇങ്ങനെ പൂക്കളും ലൈറ്റും അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ
ബ്രോഡ്വേയിൽ ക്രിസ്മസ് ടൈമിൽ വരണം. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഹെവൻ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേയിൽ. ഞാൻ പറഞ്ഞാൽ ശരിക്കും ഓണത്തിൻ്റെ ലൈറ്റ് കേട്ടോ, ഈ കാണുന്ന ലൈറ്റൊന്നും ഓണത്തിൻ്റെ അല്ല കേട്ടോ. ഇതെല്ലാം ഞങ്ങളൊരു ലൈറ്റിൻ്റെ കടയിലൊക്കെ കയറിയതാണ്. ഞങ്ങൾക്ക് ലൈറ്റ് നോക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കടയിൽ ഞങ്ങൾ കയറിയപ്പോൾ കണ്ടതാണ്. പിന്നെ അത്രയും ഓട്ടം എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല വിശക്കം തുടങ്ങി. പിന്നെ ഞങ്ങൾ കയറി ഫുഡൊക്കെ അടിച്ച് എൻ്റെ മനസ്സിൽ ബിരിയാണി കഴിക്കണമെന്നായിരുന്നത്. പിന്നെ ആ കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ലൈറ്റ് തപ്പാനൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടും ബിരിയാണി കഴിക്കാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് മാറ്റാനായിട്ട് നമ്മൾ നേരെ ബിരിയാണി ചെമ്പിലോട്ട് പോയി. അവിടെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ അവിടെ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് ആ ദിവസം അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.